ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസെടുത്ത് അന്വേഷിക്കാൻ കൊല്ലം വിജിലൻസ് കോടതിയും അനുമതി നൽകി. കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും SIT ഇഡിക്ക് കൈമാറണം. സമാന്തര അന്വേഷണം വേണ്ടെന്ന SIT വാദം കോടതി തള്ളി. അതേസമയം സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളായ B. മുരാരി ബാബു, N. വാസു, KS ബൈജു എന്നിവരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസ് രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇഡിയുടെ ഹർജിയിലാണ് കൊല്ലം വിജിലൻസ് കോടതി വിധി പറഞ്ഞത്. കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്നതിനാണ് FIRഉം റിമാൻഡ് റിപ്പോർട്ടും അടക്കമുള്ള രേഖകൾ ആവശ്യപ്പെട്ട് ഇഡി കോടതിയെ സമീപിച്ചത്. എന്നാൽ മുഴുവൻ രേഖകൾ കൈമാറുന്നതിൽ SIT എതിർപ്പറിയിച്ചിരുന്നു. കള്ളപ്പണ ഇടപാട് പരിശോധിക്കുന്നതിൽ എതിർപ്പില്ലെന്നും സമാന്തര അന്വേഷണം വേണ്ടെന്നുമായിരുന്നു SITയുടെ നിലപാട്. എന്നാൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്നും അന്താരാഷ്ട്ര സ്വർണ്ണക്കൊള്ളയെന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും ഇഡി അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചു. അതിനിടെ സ്വർണ്ണക്കവർച്ച കേസുകളിലെ പ്രതികളായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N. വാസു, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, തിരുവാഭരണ കമ്മീഷണർ KS ബൈജു എന്നിവരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ശ്രീകോവിലിന്റെ കട്ടിളപ്പാളിയിൽ പതിച്ചിരുന്ന സ്വർണ്ണപ്പാളികൾ ചെമ്പ് പാളികളാണെന്ന് രേഖപ്പെടുത്തി അവ ഇളക്കി മാറ്റാൻ ശുപാർശ നൽകിയതാണ് N. വാസുവിനെതിരായ കേസ്. സ്വർണ്ണപ്പാളികൾക്ക് പകരം ചെമ്പ് പാളികളെന്ന് തെറ്റായി രേഖപ്പെടുത്തി കവർച്ചയ്ക്ക് കളമൊരുക്കിയെന്നാണ് മുരാരി ബാബുവിനെതിരായ കേസ്. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.